ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് കാസ്കേഡ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് നമ്പർ 1. സീസൺ 1-ൻ്റെ 1-2 ദിവസത്തിന് ശേഷമുള്ള സ്റ്റോറി പ്ലോട്ടിലാണ് ഇപ്പോൾ കഥ തുടങ്ങുന്നത്. ഓൺ റീക്യാപ്പ്, കിങ് വിസേരിയസ് മരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരോട് ചേർന്ന് ഏഗണെ രാജാവാക്കി. എന്നാൽ നമ്മൾ ലാസ്റ്റ് സീസണിൽ വെച്ച് കണ്ടായിരുന്നു, കിങ് വിസേരിയസ് അദ്ദേഹത്തിൻ്റെ മകൾ റിനേറയെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരാധികാരിയായി തിരഞ്ഞെടുത്തത്. വിസേരിയസ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് റിനേറയാന്ന് കരുതി അദ്ദേഹം എലീസെൻറ്റിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എലീസെൻറ്റിനാകട്ടെ അതെല്ലാം കേട്ടിട്ട് മനസ്സിലായത് ഏഗണെ രാജാവാക്കണം എന്നാണ്. ഇത് എലീസെൻറ്റിൻ്റെ ഒരു തെറ്റിദ്ധാരണയായിട്ടാണ് സീരീസിൽ കാണിക്കുന്നത്. ഇതറിഞ്ഞ റിനേറയാണെങ്കിൽ അവളുടെ ബർത്ത് റൈറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി യുദ്ധത്തിന് റെഡിയാകുന്നു. വോറിൽ അവളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റൊമനിയൻ ഹൗസസ് ആയിട്ടുള്ള കാസ്റ്റൽ റോക്കിലേക്കും സ്റ്റോം സെൻഡിലേക്കും ലൂസ്രസിനെയും ജക്കാരിയസിനെയും പറഞ്ഞയക്കുന്നു. ലൂക്ക് സ്റ്റോം സെൻഡിൽ എത്തുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഏഗൻ ടർഗാരിയനും ഉണ്ടായിരുന്നു. തിരിച്ചു പോരുന്ന വഴി ലൂക്കും എയ്മണ്ടുമായിട്ടൊന്ന് ഉറസുന്നു. എന്നാൽ ആ അടി അവരുടെ ഡ്രാഗൺസ് ആയിട്ടുള്ള വേഗാറും അരാക്സും ഏറ്റെടുക്കുന്നു. വേഗാർ അരാക്സിനെ അറ്റാക്ക് ചെയ്യുന്നു. കൂടെ ലൂക്ക് കൊല്ലപ്പെടുന്നു. ലുസേരിയസ് മരിച്ചെന്നറിഞ്ഞ റിനൈറയിലാണ് സീസൺ 1 എൻഡപ്പ് ആയത്. സീസൺ 2-ൻ്റെ ഓപ്പൺ ക്രെഡിറ്റ് സീൻസ് ടർഗാരിയൻ ഫാമിലി ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഡയഗ്രാം പോലാണ്. ഒരു ക്ലോത്തിൽ വീവ് ചെയ്യുന്ന ഡിസൈൻ പാറ്റേൺസ് പോലെ ഹിസ്റ്ററി പ്രൊസീഡ് ആകുന്നു. ഒരു ഷിപ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗേളിനെ നമുക്ക് കാണാം. സീസൺ 1-ൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ഹെലനയാണ്. എന്തൊക്കെയോ പെറുപെറുത്തോണ്ടിരുന്ന ഹെലേന പറഞ്ഞുകൊണ്ടിരുന്നത് ഓട്ടോ ഹൈറ്റവർ ദ ഹാൻഡ് ഓഫ് ദി കിങ് ആണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്നും ഓട്ടോ ഹൈറ്റവറിൻ്റെ ഈ കൈകടത്തൽ കാരണം ടർഗാരിയൻ ഫാമിലി രണ്ടായി സ്പ്ലിറ്റ് ആകും എന്നാണ്. ഹെലേന പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് മനസ്സിലാക്കും അവൾ ഏതോ വാറിനെ പറ്റിയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. എന്തായാലും ആ വീവ് നമുക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. പെലാരിയൻ ബ്ലഡ് സാക്രിഫൈസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് മിസ്റ്റീരിയക്കലായിട്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നീട് നമുക്കവിടെ ഡൂം ഓഫ് വെലേറിയ കാണാൻ പറ്റും. പിന്നീട് പറന്നുകൊണ്ടിരിക്കുന്ന 3 ഡ്രാഗൺ റൈഡേഴ്സിനെയും നമുക്ക് കാണാം. അതിലൊന്ന് ഏഗൺ ഫസ്റ്റും അയാളുടെ സിസ്റ്റേഴ്സ് വിസന്യ ആൻഡ് റെയ്നിസ് ആണിത്. അടുത്തത് വീവാകുന്നത് ഫീൽഡ് ഓഫ് ഫയർ ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർ പ്ലോട്ടാണ് അവിടെ വീവ് ചെയ്യുന്നത്. അവിടെ മുഴുവൻ ഡിസ്ട്രക്ഷനിലായിരിക്കുന്ന ഹൗസ് ഓഫ് ഗാർഡനർ ഫാമിലി നമുക്ക് കാണാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ഫീൽഡ് ഓഫ് ഫയർ വാറിൽ ഒരു ഹൗസ് മുഴുവൻ നശിച്ചിരിക്കുന്നു. ഈ എപ്പിസോഡിൻ്റെ നെയിം സൺ ഫോർ എ സൺ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സീസൺ 2 എപ്പിസോഡ് നമ്പർ 1 ഓഫ് ഹൗസ് ഓഫ് ഡ്രാഗൺസ്. എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് വിൻ്റർഫെല്ലിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയിലാണ്. വിൻ്റർഫെല്ലിനെ പറ്റി ജിയോട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അത് സ്റ്റാർക്സിൻ്റെ പ്ലേസ് ആണ്. വിൻ്റർഫെല്ലിലെ ഇപ്പോഴത്തെ ലോഡായിട്ടുള്ള ക്രേഗൻ സ്റ്റാർക്കിനെ നമുക്ക് കാണാം. ക്രേഗൻ സ്റ്റാർക്ക് നൈറ്റ് വാച്ചിന് വേണ്ടി ദ വോളിലാണുള്ളത്. ദ ഗ്രേറ്റ് വാൾ. Duty is sacrifice. It eclipses all things, even blood. All men of honor must pay its price. The North owes a great duty to the 7 kingdoms. ജക്കാരിയസ് എന്തായാലും അവന്റെ ഡ്രാഗണിൽ അവിടെ എത്തി ക്രേഗൻ സ്റ്റാർക്കിനെ കാണുന്നു. കൂടാതെ ഗ്രീൻസിനെതിരെ വരാനിരിക്കുന്ന യുദ്ധത്തിൽ അവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് റിനേറ അവനെ ഇവിടേക്ക് അയച്ചതെന്നും പറയുന്നു. കിങ് വിസേരിയസ് അദ്ദേഹത്തിന്റെ ട്രൂ ഹെയർ ആയിട്ട് റിനൈറയാണ് പ്രൊക്ലെയിം ചെയ്തതെന്നും ഫസ്റ്റ് സീസണിൽ വെച്ച് നടന്ന ആ ഇവന്റിൽ ഓൾറെഡി സ്റ്റാർക്സ് ഉണ്ടായിരുന്നു. സ്റ്റാർക്സ് റിനൈറെ അവരുടെ ക്വീൻ ആയിട്ട് കണ്ട് അവൾക്ക് മുന്നിൽ നീ ഡൗൺ ചെയ്തതുമാണ്. ഈ കാര്യം ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ക്രേഗൻ സ്റ്റാർക്ക് പറയുന്നു സ്റ്റാർക്കുകൾ അവരുടെ ഓത്ത് ഒരിക്കലും മറക്കാറില്ല. ക്രേഗൻ സ്റ്റാർക്ക് വേറെ കുറച്ച് കാര്യങ്ങളും പ്രിൻസ് ജക്കാരിയസിനോട് പറയുന്നു. അൾട്ടിമേറ്റ്ലി സ്റ്റാർക്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വെസ്റ്റ്രോസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. വെസ്റ്റ്രോസിലുള്ള മറ്റേത് ഹൗസിനേക്കാളും സ്റ്റാർക്സിനെ യുണീക്കും പെക്യുലർ ആക്കുന്നതും ഇതേ ഒരു ക്വാളിറ്റിയും അവരുടെ റെസ്പോൺസിബിലിറ്റിയും മാത്രമാണ്. വെസ്റ്റ്രോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാർക്സിന്റെ ഫാമിലിയിൽ ഒരു ഫാമിലി ട്രഡീഷൻ ഉണ്ട്. സ്റ്റാർക്സിന്റെ ഫാമിലി കസ്റ്റം അനുസരിച്ച് തലമുറകളായിട്ട് എല്ലാ സ്റ്റാർക്സ് ഫാമിലിയിൽ നിന്നും ഒരാളെ ഇവർ നൈറ്റ് വാച്ചിന് പറഞ്ഞുവിടും. അവിടെ കൈമാറി ഒരു പൗച്ച് വരുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാവരും ഓരോ കല്ല് വെളിയിലെടുക്കുന്നു. ആ എടുക്കുന്ന കല്ലിന്റെ കളർ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നോർമൽ. ഇഫ് അത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കല്ല് കിട്ടിയ ആള് നൈറ്റ് വാച്ചിലേക്ക് പോകാൻ വേണ്ടി ചൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ എന്തായാലും നൈറ്റ് വാച്ചിലേക്ക് പോകുക തന്നെ ചെയ്യും. അയാളെ എല്ലാവരും ചേർന്ന് നൈറ്റ് വാച്ചിലേക്ക് പറഞ്ഞുവിടും. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്രേഗൻ സ്റ്റോണിനെയും ജക്കാരിയസിനെയും വീണ്ടും കാണാം. ക്രേഗൻ വീണ്ടും പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഏഗൺ ദ കോൺക്രർ ടർഗാരിയൻ റൂളർ ആയിരുന്ന സമയത്ത് അന്നത്തെ സ്റ്റാർക്ക് ഫാമിലി മെമ്പർ ടോറൻ സ്റ്റാർക്ക് ഏഗന് മുമ്പിൽ നീൽ ഡൗൺ ചെയ്തിട്ടുണ്ട്.
അവർക്കിടയിൽ ഒരു പെർട്ടിക്കുലർ ട്രീറ്റി ഉണ്ടായിട്ടുണ്ട്. അന്ന് സ്റ്റാർക്സ് ഫാമിലിയെ ടർഗാരിയൻ ഫാമിലിക്ക് മുമ്പിൽ ഏഗൺ മുട്ടുകുത്തിച്ചത് അവന്റെ ഡ്രാഗണിനെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ്. എന്നാൽ ഇപ്രാവശ്യം ജക്കാരീസ് വന്നപ്പോഴത്തേക്കും ഡ്രാഗണെ വെച്ച് നോർത്തിലുള്ള എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ക്രൈഗൻ ജക്കാരീസിനോട് പറയുന്നു, നീ നിന്റെ ആൻസിസ്റ്റേഴ്സിനെ പോലെയേ അല്ല. എന്നാൽ ഇത് കേട്ട ജക്കാരീസ് കുറച്ച് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ജക്കാരീസിന് തോന്നുന്നത് അവനൊരു ട്രൂ ടർഗാരിയൻ അല്ല എന്നാണ് ക്രൈഗൻ സ്റ്റാർക്ക് പറയുന്നതെന്നാണ്. ക്രൈഗൻ വീണ്ടും ജക്കാരീസിനോട് പറയുന്നു, വോളിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നോർത്തിലുള്ള എല്ലാവരെയും, അതായത് ക്രൈഗൻ സ്റ്റാർക്കിന്റെ അണ്ടറിലുള്ള ആൾക്കാര് ഇപ്പോൾ തന്നെ നമ്പറിൽ കുറവാണ്. അവരെ ബാറ്റിലിന് വേണ്ടി റിനേറയുടെ അടുത്തേക്ക് കിങ്സ് ലാൻഡിങ്സിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ വോളിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാകും. ആൻഡ് വെസ്ട്രോസിന്റെ പ്രൊട്ടക്ഷൻ എല്ലാത്തിനും ഉപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഐ നീഡ് ഓൾ മൈ മെൻ ഹെയർ. ജക്കാരീസ് റിപ്ലൈ ആയിട്ട് പറയും, നിങ്ങൾ ഈ വൈൽഡിങ്സുമായിട്ട് വഴക്കുണ്ടാക്കി വെതർ കണ്ടീഷനും നോക്കി ഇവിടെ തന്നെ ഇരുന്നു. ആ സമയം കിങ്സ് ലാൻഡിലുള്ള ഗ്രീൻസ് എൻ്റെ മദറിനെ കൊന്ന് അവരുടെ സിംഹാസനം തട്ടിയെടുക്കും. ഇത് ജക്കാരീസ് പറയുമ്പോൾ തന്നെ വാളിന്റെ അപ്പുറത്തെ സഴിയുന്ന തണുത്തൊരു കാറ്റ് അവന്റെ മുഖത്തേക്ക് വന്നിടിക്കുന്നു. ക്രൈഗൻ സ്റ്റാർക്ക് പിന്നെ ഒരു കഥ പറയുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പ് കിങ് ജഹാരിയസും അദ്ദേഹത്തിന്റെ വൈഫ് ഗുഡ് ക്വീൻ അലീസന്റും ഇവിടേക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു. അവര് ദ ഗ്രേറ്റ് വാളിലേക്ക് വന്നത് അവരുടെ ഡ്രാഗണ് മേൽ കയറിയിട്ടായിരുന്നു, വെർമിത്തോറിലും ദ സിൽവർ വിങ്ങിലും. എന്നാൽ ആ 2 ഡ്രാഗൺസും വാളിന്റെ അടുത്ത് വരെ വന്നിട്ട് വാളിനെ ക്രോസ് ചെയ്ത് പറക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്തുമാത്രം നിർബന്ധിച്ചിട്ടും അവിടെ നിന്ന് ഒരടി പോലും മുന്നോട്ട് ഡ്രാഗൺസ് വെച്ചില്ലെന്ന് മാത്രമല്ല 2 അടി പിന്നോട്ട് വെക്കുകയും ചെയ്തു. സ്റ്റാർക്സിന്റെ ആൻസസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് ഏകദേശം 700 മീറ്റർ പൊക്കത്തിലാണ് ദ ഗ്രേറ്റ് വാൾ പണിതുയർത്തിയിരിക്കുന്നത്. ആൻഡ് അതിനു മുകളിൽ നൈറ്റ് വാച്ച് എന്നുള്ള പേരിൽ അവരുടെ തന്നെ ജനറേഷനിൽ നിന്ന് ഓരോരുത്തരെ ഇവിടേക്ക് പറഞ്ഞു വിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ സ്റ്റാർക്ക് ഫാമിലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒരിക്കലും ഈ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷനോ സ്നോയോ വൈൽഡിങ്സിന്റെ അറ്റാക്കോ ഒന്നും ആയിരിക്കില്ല. ഞാൻ ഒന്ന് പറയാം ജക്കാരിയസ്, ഈ വാളിനപ്പുറത്ത് മരണമാണുള്ളത്. ഞങ്ങൾ അതിനെ തടുക്കാൻ നിൽക്കുന്ന കാവൽക്കാരാണ്. ഇതെല്ലാം കേട്ടിട്ട് എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ജക്കാരിയസിനെ നമുക്ക് കാണാം. ക്രൈഗൻ സ്റ്റാർക്ക് പറയുന്നു, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എൻ്റെ ആൾക്കാരെ മുഴുവൻ നീ പറയുന്ന കേട്ട് നിങ്ങളുടെ ബാറ്റിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. പക്ഷെ നോർത്തിലുള്ള നന്നായി യുദ്ധം ചെയ്യാൻ അറിയാവുന്ന കുറേ ഗ്രേ ബിയേർഡ്സ് ഉണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരാം. ഈ ഗ്രേ ബിയേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് യുദ്ധത്തിലൊക്കെ പോയി നല്ല യുദ്ധം ചെയ്യാൻ അറിയാവുന്ന കുറച്ച് നോർത്തേൺ സോൾജേഴ്സ് ആണ്. പക്ഷെ അവരാരും ഇപ്പോൾ നൈറ്റ് വാച്ചിന്റെ പാർട്ടല്ല. സമയം ക്രൈഗൻ സ്റ്റാർക്കിന് ഒരു ടെലഗ്രാമും കൊണ്ട് ഒരു പക്ഷി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ലൂക്കിന്റെ മരണ വാർത്തയായിരുന്നു. അവിടുന്ന് കട്ടായിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രിൻസസ് റെയ്നിസിനെ നമുക്ക് കാണാം. പ്രിൻസസ് റെയ്നിസ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡ്രാഗൺ മെയിലസിന് മേൽ കയറിയിട്ടാണ്. പ്രിൻസസ് റെയ്നിസ് അവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഡെയ്മനെ കാണാം. ഡെയ്മൻ ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. ഡെയ്മൻ റെയ്നിസിനോട് പറയുന്നു, ലൂക്കിന്റെ മരണവാർത്ത അറിഞ്ഞ റിനേറ ലൂക്കിന്റെ ബോഡി അന്വേഷിച്ച് എവിടേക്ക് പോയിരിക്കുകയാണ്. ഡ്രാഗൺ സ്റ്റോണിലാണ് ഇപ്പൊ റിനേറ കാണേണ്ടത്. ബാറ്റിലിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഫോക്കസ് ചെയ്യാനും. ലൂക്ക് മരിച്ചിട്ട് ഇപ്പൊ ദിവസങ്ങളായിട്ടുണ്ട്. ബട്ട് റിനേറ ഇപ്പോഴും ലൂക്കിനെ അന്വേഷിച്ച് എവിടെയൊക്കെയോ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെയ്മൻ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റിനേറ ഇപ്പൊ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടുണ്ട്. ഡെയ്മൻ ഇതും പറയുന്നു. ഡെയ്മനും റെയ്നിസും ചേർന്ന് ഇപ്പൊ തന്നെ കിങ്സ് ലാൻഡിങ്സിലേക്ക് പോയിട്ട് അവിടെയുള്ള വേഗാറിനെ അറ്റാക്ക് ചെയ്യണം. ഗ്രീൻസിന്റെ കയ്യിലുള്ള നല്ല ഷാർപ്പൻഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് ദ ഗ്രേറ്റ് വേഗാർ. ഡെയ്മന്റെ ഡ്രാഗൺ കെറാക്സിസും റെയ്നിസിന്റെ ഡ്രാഗൺ മെലിസോട് ചേർന്ന് വേഗാറിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വേഗാറിനെ കൊല്ലാൻ വേണ്ടി പറ്റും. വേഗാറിനെ അവർക്ക് കൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഏകദേശം ബ്ലാക്സ് വിജയിച്ചു തന്നെ കഴിഞ്ഞു. ഡെയ്മന്റെ വലിയ വലിയ പ്ലാൻസിനെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻസസ് റെയ്നിസ് പറയുന്നു, അവരും അവരുടെ ഡ്രാഗൺ മെയിലിസും ഇപ്പോൾ ഒരുപാട് ടയേർഡാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഗല്ലറ്റ് ഏരിയയിൽ അവരും അവരുടെ ഡ്രാഗണും ചേർന്ന് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിനേറ തന്നെയാണ് റെയ്നിസിന് ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തത്. ഗല്ലറ്റ് ഏരിയയിൽ പെട്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതുവഴി കിങ്സ് ലാൻഡിങ്സിലേക്ക് ഫുഡും കൊണ്ടുപോകുന്ന ഒരു ഷിപ്പിനെയും കടത്തിവിടരുത്. ഫുഡും അതുപോലുള്ള അത്യാവശ്യ സാധനങ്ങളും കിങ്സ് ലാൻഡിങ്സിൽ എത്തുന്നത് ഷിപ്പ് വഴിയാണ്. ആ വഴി അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിങ്സ് ലാൻഡിങ്സിലുള്ള ജനങ്ങളുടെ അവസ്ഥ വളരെ ഗുരുതരമാകും. വേറെ വഴിയില്ലാതെ ഗ്രീൻസിന് കീഴടങ്ങേണ്ടി തന്നെ വരും. ഈ ഗല്ലറ്റ് എന്ന് പറയുന്ന ഏരിയ ഏകദേശം 100 മൈലിന് മേലുണ്ട്. എല്ലാ ദിവസവും 10-12 പ്രാവശ്യം റെയ്നിസും മെയിലിസും ചേർന്ന് അതിന് മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ട്രാവൽ കാരണം മെയിലിസും അതുപോലെ തന്നെ പ്രിൻസസ് റെയ്നിസും നല്ല പോലെ ടയേർഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഡ്രാഗൺ മെയിലിസിന് ഇപ്പൊ ഫുഡ് കൊടുക്കേണ്ട സമയവും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡെയ്മൻ ഇപ്പൊ ഈ പറഞ്ഞ പ്ലാനിലൊന്നും വർക്കൗട്ട് ചെയ്യാൻ റെയ്നിസ് റെഡിയല്ല. ഷീ നീഡ് റെസ്റ്റ് എന്നും പറഞ്ഞ് അവരവിടുന്ന് പോകാൻ തുടങ്ങുന്നു.
റെയ്നസ് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഡെയ്മനോട് പറയുന്നു. റിനൈറ അവളൊരു മദറാണ്. അവളുടെ മകൻ ലൂക്കിന്റെ ഡെഡ് ബോഡി കിട്ടുന്നത് വരെ റിനൈറയ്ക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. റെയ്നസ് അവരുടെ മകൾ ലീന വെലേറിയോൺ മരിച്ച സമയത്തെ ഒരു ഇൻസിഡന്റ് പറയുന്നു. ലീന മരിച്ചു എന്ന് പറയുന്ന സമയത്ത് റെയ്നസിനാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തീരെ പറ്റുന്നില്ലായിരുന്നു, അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എന്നാൽ ലീനയുടെ ഡെഡ് ബോഡി കണ്ട നിമിഷം റെയ്നസ് വല്ലാതെ ഇമോഷണലാകുകയും അവളുടെ ബോഡിക്കരികിലിരുന്ന് വല്ലാതെ കരയുകയും ചെയ്യുന്നു. ലീനയുടെ ഡെഡ് ബോഡി കണ്ടപ്പോൾ മാത്രമാണ് റെയ്നസിന് ലീനയുടെ മരണം ഉറപ്പാക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയത് പോലും. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം റിനൈറയ്ക്ക് ഡെയ്മൻ കൊടുത്തേ പറ്റത്തുള്ളൂ. റിനൈറ അവളുടെ സമയം എടുക്കട്ടെ, ലൂക്കിന്റെ മരണത്തെ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അവൾ തിരികെ വരും, അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ എന്ന് ഡെയ്മനോട് പറയുന്നു. ഡെയ്മനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് മോക്ക് ചെയ്തുകൊണ്ട് റെയ്നസിനോട് പറയുന്നു, ഇതിൻ്റെ ഒന്നും ഓരോ ആവശ്യവും വരത്തില്ലായിരുന്നു. ലൂക്ക് ചിലപ്പോൾ ഇപ്പം നമ്മുടെ കൂടെ ജീവനോടെ തന്നെ കണ്ടേനെ. അന്ന് റെയ്നസിന് കഴിയുന്ന സമയത്ത് ഗ്രീൻസിനെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ. ഡെയ്മൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീസൺ 1 എൻഡിലുണ്ടായിരുന്ന ഈഗന്റെ ക്രൗണിങ് മൊമെന്റിന്റെ അവിടെ നടന്ന ഇവന്റിലാണ്. ആ സമയത്ത് അതെല്ലാം കണ്ടുകൊണ്ട് റെയ്നസ് അവിടെ ഉണ്ടായിരുന്നു. റെയ്നസിന്റെ അടുത്ത് മെയ്ലിസും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ മെയ്ലിസിനെ ഉപയോഗിച്ച് അവരെ ഒന്നും റെയ്നസ് കൊന്നില്ല. പ്രിൻസസ് റെയ്നസ് അന്ന് തന്നെ പറഞ്ഞതാണ് അത് അവരുടെ വാർ അല്ല, ആ വാർ ലീഡ് ചെയ്യേണ്ടത് റിനൈറയാണ്. ആൻഡ് ആവശ്യമില്ലാതെ ഡ്രാഗന് മേൽ കയറി ആരെയും കൊല്ലുന്നതോ ഉപദ്രവിക്കുന്നതോ കുറെ പേരെ എക്സ്റ്റിങ്ക്റ്റ് ആക്കുന്നതോ അല്ല അവരുടെ രീതി. ഇതിന്റെ എല്ലാം റീസൺ റെയ്നസ് അപ്പം തന്നെ ആ എപ്പിസോഡിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്. ഡെയ്മൻ അവസാനമായിട്ട് റെയ്നസിനോട് പറയുന്നു, എൻ്റെ ഓർഡറാണിത്, നിങ്ങൾ എൻ്റെ കൂടെ കിങ്സ് ലാൻഡിങ്സിലേക്ക് വരണം. റെയ്നസ് ഡെയ്മനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു, അതിന് നീ ഇവിടുത്തെ രാജാവല്ലല്ലോ, നീ രാജാവായിരുന്നുണ്ടെങ്കിൽ നിന്റെ കമാൻഡ് ഞാൻ നേരത്തെ തന്നെ ആക്സെപ്റ്റ് ചെയ്തേനെ. അവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ നമുക്ക് സ്റ്റോം സാൻഡിന് അടുത്തൊരു പ്ലേസിൽ ലൂക്കിൻ്റെ ഡെഡ് ബോഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന റിനൈറയെ നമുക്ക് കാണാം. ആ സീനിലുള്ള റിനൈറയുടെ ഔട്ട്ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ 6-7 ദിവസമായിട്ട് ഭക്ഷണമോ വെള്ളമോ ഒന്നും അവർ കഴിച്ചിട്ടില്ല. മണിക്കൂറുകളോളം അവിടെയെല്ലാം ലൂക്കിന്റെ ഡെഡ് ബോഡി അന്വേഷിക്കുന്ന റിനൈറയുടെ പല ഷോട്ട്സ് നമുക്ക് കാണാം. കുറേ സമയങ്ങൾക്ക് ശേഷം റിനൈറയ്ക്ക് അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഡ്രാഗണിന്റെ വിങ്സ് കിട്ടുന്നു. അവർ നോക്കി കൺഫേം ചെയ്യുന്നു അത് ലൂക്കിന്റെ ഡ്രാഗൺ അരാക്സിസിന്റെ മുറിഞ്ഞിട്ടുള്ള വിങ്സ് ആയിരുന്നു. ആ വിങ്സിനുള്ളിലായിട്ട് ലൂക്ക് അന്ന് ധരിച്ചിരുന്ന ക്ലോക്കിന്റെ ഒരു പീസും ഉണ്ടായിരുന്നു. ഇത് കണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന റിനൈറയെ നമുക്ക് കാണാം. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ട് പോകുന്ന ഒരു ഇമോഷണൽ സീനാണ്. അവിടെ എന്തായാലും ആ സീൻ കട്ടായിട്ട് ഡ്രിഫ്റ്റ് മാർക്കിലുള്ള വെലേറിയനെ നമുക്ക് കാണാം. ദ സീ സ്നേക്ക് കോർലിസ് വെലേറിയൻ. അവിടെ നമുക്ക് പുതിയൊരു ക്യാരക്ടറിനെ കാണാം, എലിൻ ഓഫ് ഹൾ. ഈ ഹൾ എന്ന് പറയുന്നത് ഒരു ഫാമിലി നെയിം അല്ല, ഒരു സിറ്റി നെയിമാണ്. ഡ്രിഫ്റ്റ് മാർക്കിലെ പോർട്ടിനൊക്കെ അടുത്തുള്ള ഒരു സിറ്റിയാണ് ഹൾ. ഹള്ളിലെ ഏതോ ഒരു ഫാമിലിയിലാണ് എലിൻ ജനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ വെച്ച് സ്റ്റെപ്പ് സ്റ്റോണിൽ നടന്ന വാറിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ കോർലിസ് വെലാരിയോൺ അവിടെ ഒരു അപകടത്തിൽപ്പെടുകയും മുറിവേൽക്കുകയും വെള്ളത്തിനുള്ളിലേക്ക് വീഴുകയും ചെയ്യുന്നു. അന്ന് സീയിലിറങ്ങി കോർലിസ് വെലാരിയനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് ഈ എലിൻ ഓഫ് ഹള്ളാണ്. ഇത് മാത്രമല്ല, സ്റ്റെപ്പ് സ്റ്റോണിലുണ്ടായിരുന്ന ബാറ്റിലിൽ എലിൻ ഓഫ് ഹൾ വെലേറിയനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് കോർലിസ് വെലേറിയൻ എലിൻ ഓഫ് ഹള്ളിനോട് കുറച്ച് താങ്ക്ഫുൾ ആയിരുന്നു. കോർലിസ് വെലേറിയൻ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ എപ്പോഴും നിന്റെ ഡെപ്റ്റിലായിരിക്കും. എലിൻ ഇങ്ങനെ പറയുന്നു, ഗലറ്റ് ഏരിയയിൽ ഇപ്പോൾ അവർ കുറച്ച് ഷിപ്സിനെ വിട്ടിട്ടുണ്ട് കിങ്സ് ലാൻഡിങ്സിലേക്കുള്ള ഫുഡ് കൊണ്ടുപോകുന്ന ഷിപ്പുകളെ തടയാൻ വേണ്ടി. പക്ഷെ നമ്മൾ 6-7 ഷിപ്സിനെ അവിടേക്ക് പറഞ്ഞു വിടണം. എയിലിൻ്റെ ബ്രദർ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഡ്രിഫ്റ്റ് മാർക്കിലേക്ക് വരും. ഗലറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി അവൻ്റെ ബ്രദറിനോട് റിക്വസ്റ്റും ചെയ്യാമെന്ന് പറയുന്നു. ഈ ആദം ഓഫ് ഹളിനെ അടുത്ത 2-3 എപ്പിസോഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇവിടെ പോർട്രേ ചെയ്യുന്നത് ഈ എലിൻ ആൻഡ് ആദം ഓഫ് ഹൾ കോർലിസ് വെലേറിയന്റെ ഗ്രാൻഡ് സൺസ് ആയിട്ടാണ്. ആദം ഓഫ് ഹള്ളും എലിൻ ഓഫ് ഹള്ളും കോർലിസ് വെലേറിയന്റെ മകൻ ലെനോർ വെലേറിയന്റെ ബാസ്റ്റേർഡ്സ് ആയിട്ടാണ്. പക്ഷേ സത്യത്തിൽ ഇത് ലെനോറിന്റെ മക്കളല്ല, പകരം കോർലിസ് വെലേറിയന്റെ ബാസ്റ്റേർഡ്സ് ആണ്. ആദമിന്റെയും എലിന്റെയും മദറിനെ പറ്റി ഇവിടെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അടുത്ത എപ്പിസോഡ്സിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിച്ചേക്കും. അടുത്ത സീനിൽ റെഡ് കീപ്പിലുള്ള ഏഗൺ സെക്കൻഡിനെ നമുക്ക് കാണാം. ഏഗൺ അയാളുടെ ഫസ്റ്റ് ബോൺ ചൈൽഡ് ആയിട്ടുള്ള ജഹാരിസിനെ അന്വേഷിച്ചുകൊണ്ട് ഹെലേനയുടെ അടുത്തേക്ക് വരുന്നു. അടുത്ത ത്രോണിന്റെ അവകാശി ജഹാരിസ് ആണ് ആകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജഹാരിസ് ചെറുതാണെങ്കിലും ഇപ്പം തന്നെ കൗൺസിൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങണം എന്നാണ് ഏഗൺ പറയുന്നത്. അതിനുവേണ്ടി ജഹാരിസിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഏഗൺ വരുന്നത്. ഏഗൺ ജഹാരിസ് എവിടെയാണെന്ന് ഹെലനയോട് ചോദിക്കുന്നു. ഏഗണോട് എന്തൊക്കെയോ പെറുപിറുത്തോണ്ടിരിക്കുന്ന ഹെലനെ നമുക്ക് കാണാം. ഹെലന ഏഗണോട് ഇങ്ങനെ മാത്രം ഉറക്കെ പറയുന്നു, അവൾക്ക് റാറ്റ്സിനെ പേടിയാണ്. ഓരോ ദിവസവും ചെല്ലും തോറും ഹെലനയ്ക്ക് റാറ്റ്സിനോടുള്ള പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ ജഹാരിസിനെ അന്വേഷിച്ച് പോകുന്ന ഏഗൺ സെക്കൻഡിനെ നമുക്ക് കാണാം. അവിടുന്ന് കട്ടായിട്ട് ഇന്റിമേറ്റ് ആകുന്ന ക്രിസ്ത്യൻ കോളിനെയും എലീസനെയും നമുക്ക് കാണാം. അവർ കുറച്ച് സമയത്തിനുള്ളിൽ സ്മോൾ കൗൺസിൽ മീറ്റിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് പ്ലേസിലേക്ക് പോകുന്നു.
റാറ്റ്സിനെ പിടിക്കാൻ വേണ്ടി പാലസിനുള്ളിലേക്ക് വന്ന ഒരു റാറ്റ് സ്കാച്ചറിനെ നമുക്ക് കാണാം. അയാളുടെ പേര് ചീസ് എന്നാണ്. ഇതിനെ നോട്ട് ചെയ്ത് വെച്ചേക്കണം, പിന്നെ ആവശ്യം വരും. അവിടുന്ന് കട്ടായിട്ട് കൗൺസിൽ മീറ്റിംഗിലിരിക്കുന്ന ഓട്ടോ ഹൈടൗണിനെ നമുക്ക് കാണാം. അവിടേക്ക് എലീസനും ക്രിസ്ത്യൻ കോളും ഒരുമിച്ചാണ് വരുന്നത്. അവരെ രണ്ടുപേരെയും രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ ഹൈടൗണിനെ നമുക്ക് കാണാം. ഓട്ടോ ഹൈടൗണിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എലീസന്റിന്റെയും ക്രിസ്ത്യൻ കോളിന്റെയും അഫെയറിനെ പറ്റി അയാൾക്ക് നല്ല ബോധമുണ്ട്. അവിടെ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ഒരു കസേരയിൽ ചെറിയ കുട്ടിയായിട്ടുള്ള ജഹാരിയസ് ഇരിപ്പുണ്ട്. മീറ്റിംഗിൽ ഓട്ടോ ഹൈടവർ ഇങ്ങനെ പറയുന്നു: വെയിലിലേക്കും വിന്റർ ഫെല്ലിലേക്കും ബാറ്റിൽ ഗ്രീൻസിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരയച്ച ലെറ്റേഴ്സിന് റിപ്ലൈ വന്നിട്ടില്ല. ആസ് എ വ്യൂവേഴ്സ് നമുക്കറിയാം, ജഹാരിയസ് അവൻ്റെ ഡ്രാഗൺ മേൽ കയറി വെയിലിലും നോർത്തിലും ചെന്ന് റിനേറയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ രണ്ടുപേരും അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഇങ്ങനെ പറയുന്നു: സ്റ്റോംസാൻഡ് എന്തു വന്നാലും ഗ്രീൻസിനെ തന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം പ്രിൻസ് എയ്മണ്ടിന്റെ മാരേജ് അവിടുത്തെ പ്രിൻസസ് ഫ്ലോറൻസ് ബരാത്തിയനുമായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഓട്ടോ ഇങ്ങനെ ഒരു പോയിന്റും പറയുന്നു: അയാളുടെ നെഫ്യൂ ആയിട്ടുള്ള ഓർമണ്ട് ഹൈടവർ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് അയാളുടെ വലിയ ആർമിയായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഈ ഓർമണ്ട് ഹൈടവർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് എലീസന്റിനെ കാണാം. എലീസന്റ് ആണെങ്കിൽ കുറച്ച് റേവൻസ് റിനേറയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ലൂക്കിന്റെ മരണത്തെപ്പറ്റി മെൻഷൻ ചെയ്തും അതിന് അപ്പോളജൈസ് ചെയ്തു. റേവൻസിന് എന്തെങ്കിലും റിപ്ലൈ വന്നോന്ന് എലീസന്റ് മിനിസ്റ്ററോട് ചോദിക്കുന്നു. അയാളാണെങ്കിൽ ഇങ്ങനെ പറയുന്നു: റിനേറയുടെ മകൻ ലുക്കാരിയസിനെ നമ്മൾ കൊന്നു കളഞ്ഞു. ആൻഡ് അതിന് അനുശോചനം അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റേവൻസ് അയച്ചിരിക്കുന്നത്. അതിന് റിനേറ എന്ത് റിപ്ലൈ തരണം എന്നാണ് എലീസന്റ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള മറ്റു രണ്ട് മിനിസ്റ്റേഴ്സ് ടൈലറും ഓർമണ്ട് ലാനിസ്റ്റേഴ്സും പറയുന്നു: ഗലറ്റ് ഏരിയയിൽ ബ്ലാക്സ് ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലോക്കേജ് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. ഫുഡും അവശ്യ സാധനങ്ങളും കൊണ്ട് വരുന്ന ഷിപ്സ് എല്ലാം ഇപ്പം കിങ്സ് ലാൻഡിങ്സിൽ എത്തുന്നില്ല. അതിനു പകരം ഗലറ്റ് ഏരിയയിൽ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൗൺസിൽ മീറ്റിംഗിൽ അയാൾ ഇങ്ങനെ ഒരു സജഷൻ വെക്കുന്നു: അയൺ ഐലൻഡിലുള്ള ലോർഡ് ഗാൾട്ടൺ ഗ്രേജോയെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചേക്കും. അയാളെ എത്രയും പെട്ടെന്ന് മാസ്റ്റർ ഓഫ് ഷിപ്സ് ആക്കണം. അതിനുശേഷം അയാളെ കിങ്സ് ലാൻഡിങ്സിലേക്ക് വിളിക്കണം. ഗാൾട്ടൺ ഗ്രേജോയ് കിങ്സ് ലാൻഡിങ്സിൽ അയാളുടെ സ്ട്രോങ് ഫ്ലീറ്റ് ആർമിയായിട്ട് എത്തുകയാണെങ്കിൽ കോർലസ് വലേറിയന്റെ കയ്യിൽ നിന്ന് ഗ്ലൂട്ടൺ ഏരിയ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിൽ മീറ്റിംഗിലേക്ക് എയ്മണ്ട് വരുന്നു. എയ്മണ്ടിനെ കണ്ട് എലീസന്റ് ചോദിക്കുന്നു: ഇവിടെ കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എലീസനെ കട്ട് ചെയ്തുകൊണ്ട് എയ്ഗൺ സെക്കൻഡ് കയറി പറയുന്നു: അവന്റെ ബ്രദർ എയ്മണ്ടിനെ സ്പെഷ്യൽ കൗൺസിൽ മീറ്റിംഗ് മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം കിങ്സ് ലാൻഡിങ്സിലുള്ള ഇപ്പൊ ഏറ്റവും നല്ല വാരിയർ എയ്മണ്ടാണ്. എയ്മണ്ട് കയറി വരുന്ന സമയത്ത് തന്നെ പറയുന്നു: ഈ ബാറ്റിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് റിവർലാൻഡിലുള്ള ഹാരൻ ഹെൽപ്പ് പിടിച്ചടക്കണം. എയ്ഗൺ സെക്കൻഡ് പറയുന്നു: റിവർലാൻഡിലുള്ള എല്ലാ ഹൗസസും അവർക്ക് മുമ്പിൽ നീ ബെൻഡ് ചെയ്യണം. ഏതെങ്കിലും ഹൗസസ് കിങ് എയ്ഗണെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്നത് എയ്മണ്ടിന്റെ ഡ്രാഗൺ വേഗാറിനെയും എയ്ഗണിന്റെ ഡ്രാഗൺ സൺഫയറിനെയും ആയിരിക്കും. ബ്രദേഴ്സ് രണ്ടുപേരും ചേർന്ന് അവരുടെ ഡ്രാഗണിൽ കയറി ആ ഹൗസസ് എല്ലാം കത്തിച്ചാമ്പലാക്കും. ആൻഡ് ഈ ഗലറ്റ് ഏരിയയിലുള്ള ബ്ലോക്കേജും തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മൊമെന്റ്സ് മാത്രം മതി. എയ്ഗണും എയ്മണ്ടും അവരുടെ ഡ്രാഗൺസിൽ കയറി ഗലറ്റ് ഏരിയ മുഴുവൻ ക്ലീൻ ആക്കുന്നതാണ്. അവിടെയുള്ള വലേറിയൻ ഷിപ്സിന് മുഴുവൻ തീയിട്ട് എല്ലാം നശിപ്പിക്കുന്നതാണ്. എലീസന്റ് ഈ സമയം എയ്ഗണെ ഓർമ്മിപ്പിക്കുന്നു: ഡ്രാഗൺസ് എയ്ഗണിനെയും എയ്മണ്ടിനെയും കയ്യിൽ മാത്രമല്ല, റിനേറയുടെ കയ്യിലും ഉണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ റിനേറയ്ക്കും തിരിച്ച് അവരുടെ ഡ്രാഗൺസ് വെച്ച് മറുപടി പറയാൻ അറിയാം. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് വയലൻസിൽ മാത്രമായിരിക്കും. ഈ സമയം എയ്ഗൺ ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നു. എയ്ഗൺ പറയുന്നു: റിനേറയുടെ ഡ്രാഗൺസ് എല്ലാം ഇപ്പോഴും ചെറുതാണ്. എന്റെ ഡ്രാഗൺസ് എല്ലാം ഗ്രൂംഡ് ആൻഡ് മച്ചുവേർഡ് ആണ്, ലാർജർ ആൻഡ് ബിഗർ വൺസ്. എലീസന്റ് പറയുന്ന കാര്യങ്ങൾ എയ്ഗണ് മനസ്സിലാകുന്നില്ലാത്തത് കൊണ്ട് എലീസന്റ് ആണെങ്കിൽ ക്രിസ്ത്യൻ കോളിനെ ഒന്ന് നോക്കുന്നു. അപ്പൊ തന്നെ ക്രിസ്ത്യൻ എയ്ഗന്റെ അടുത്ത് വന്ന് അവനെ പതിയെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഡ്രാഗനെ മേൽക്കയറി അറ്റാക്ക് ചെയ്തതിൽ എയ്ഗന്റെ സേഫ്റ്റിയും കൂടിയാണ് റിസ്കിലിടുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള 7 കിങ്ഡംസിന്റെയും നോൺ കിങ് എന്ന് പറയുന്നത് എയ്ഗൺ ആണ്. എയ്ഗന്റെ സേഫ്റ്റി അങ്ങനെ റിസ്കിൽ ഏർപ്പെടുത്താൻ പറ്റില്ല. കുറച്ചു നേരം കൂടി അവർ ഡ്രാഗൺസിനെ പറ്റിയൊക്കെ സംസാരിച്ച് കൗൺസിൽ മീറ്റിംഗ് എൻഡ് ചെയ്യുന്നു. സ്മോൾ കൗൺസിൽ മീറ്റിംഗിന് ശേഷം ലാരിസിനെ കാണാൻ പോയ എലീസനെ നമുക്ക് കാണാം. ലാരിസ് എലീസനെ അറിയിക്കുന്നു: റെഡ് ക്യൂപ്പിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ഗ്രീൻസിന്റെ സൈഡിലുള്ളവരാണ്. ഇവിടുത്തെ ന്യൂസ് ലീക്കാക്കാനോ ഗ്രീൻസിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയോ ബ്ലാക്സിന്റെ സൈഡിൽ നിന്ന് ആരും തന്നെ ഇപ്പോൾ റെഡ് ക്യൂപ്പിലില്ല. റെഡ് ക്യൂപ്പിലും പാലസിലും ഒക്കെയുള്ള ബ്ലാക്ക് സപ്പോർട്ടേഴ്സ് എന്ന് കുറച്ചെങ്കിലും ലാരിസിന് തോന്നിയ ആൾക്കാരെയെല്ലാം ലാരിസ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അയൺ ത്രോണിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എയ്ഗണെ നമുക്ക് കാണാം. എയ്ഗണിന്റെ 2-3 ഫ്രണ്ട്സിനെയും നമുക്ക് കാണാം. ഒരാൾ ലിയോൺ എസ്ട്രമണ്ടും ഒരാൾ മാർട്ടിൻ ലെയ്നറും ആൻഡ് ബാക്കിൽ കാണുന്നത് എറ്റാഡ് വാട്ടേഴ്സും. ഈ എറ്റാഡ് വാട്ടേഴ്സ് ഏതോ ഒരു ബാസ്റ്റേഡാണ്, ബാക്കി രണ്ടും ഏതോ ലോഡ്സാണ്. എയ്ഗൺ അയൺ ത്രോണിൽ വന്നിരിക്കുന്നു. അവിടെ സ്മോൾ ഫോക്സ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ പ്രോബ്ലംസ് ഒക്കെ പറയുന്നു.
ആദ്യമായിട്ട് കംപ്ലൈൻറ്റ് പറയാനെത്തുന്നത് ഒരു ആട്ടിടയനാണ്. അയാൾ പറയുന്നു അയാളുടെ ഷീപ്സിനെ മുഴുവൻ അയൺ ത്രോൺ എടുത്തിട്ട് പോയി. ഇത് കേട്ട ഉടൻ തന്നെ ഏഗൺ പറയുന്നു അയാളുടെ ഷീപ്സിനെ എല്ലാം അയാൾക്ക് തിരിച്ചു കൊടുത്തേക്ക്. ഈ സമയം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഐ റോൾ ചെയ്യുന്ന ഓട്ടോ ഹൈടവറിനെ നമുക്ക് കാണാം. അയാൾ തിരിഞ്ഞ് ഏഗണോടായിട്ട് പറയുന്നു ഇത് മുഴുവൻ ഡ്രാഗണിൻ്റെ ഫുഡാണ്, അത് ഡ്രാഗൺ വേഗാറിൻ്റെയും സൺഫയറിൻ്റെയും ഫുഡാണ്. അവരെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അയാളുടെ ഷീപ്സിനെ മുഴുവൻ എടുത്തിട്ട് പോകുന്നത്. ഈ 2 ഡ്രാഗൺസ് മാത്രമല്ല, ഡ്രാഗൺ പിറ്റിൽ വേറെയും ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്. അവർക്കെല്ലാം ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ഷീപ്സിനെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ. ഏഗനാണെങ്കിൽ ഇപ്പോഴാണ് ഓട്ടോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയത്. ഏഗൺ അയാളോട് തിരിച്ചും ഓർഡർ മാറ്റി പറയുന്നു അയാളുടെ ഷീപ്സിനെ മുഴുവൻ എന്തായാലും എടുത്തു, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഡ്രാഗൺസിനെ ഫീഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, നിങ്ങളുടെ ഷീപ്സ് പോയത് തന്നെ. ഷീപ്സിനെ തിരിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നതോ ഒന്നിനെ പറ്റിയോ ഏഗനോട് സംസാരിക്കുന്നില്ല. അടുത്തത് മെറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മെറ്റൽ സ്മിത്തിനെ നമുക്ക് കാണാം. അയാൾ ഏഗനോട് വന്ന് പറയുന്നു ബാറ്റിലേക്ക് വേണ്ട ഒരു സ്കോർപ്പിയോൺ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടി സ്മിത്സിന് ഒരാഴ്ച വേണ്ടി വരും. ഈ ഒരാഴ്ചത്തേക്ക് വേറൊരു വെപ്പണും അവർക്ക് ഇതിൻ്റെ കൂടെ ബിൽഡ് ചെയ്യാനും പറ്റില്ല. ഈ വെപ്പൺ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷവും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്കതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത്. അത്രയും ദിവസവും അവർക്ക് ജീവിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് തന്നെ അവർക്ക് കൊടുക്കണം. ഇതെല്ലാം കേൾക്കുമ്പം ഏഗണ് എല്ലാം നോർമലായിട്ടാണ് തോന്നുന്നത്. അയാളാണെങ്കിൽ അതിന് ഓക്കെ പറയുന്നു. അതിനുശേഷം സ്മോൾ ഫോക്സ് മീറ്റിങ്ങും എൻഡ് ആകുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കിങ് ഏഗണെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാരിസിനെയും നമുക്ക് കാണാം. ലാരിസ് ആണെങ്കിൽ ഏഗനോട് പറയുന്നു ഇന്നത്തെ മീറ്റിങ്ങിൽ അയാൾ നല്ലപോലെ ശ്രദ്ധിച്ചു. കിങ് ഏഗൺ പറയുന്ന എല്ലാ കാര്യത്തിനും ഓട്ടോ ഹൈടവർ എന്തെങ്കിലുമൊക്കെ എക്സെപ്ഷൻ പറഞ്ഞുകൊണ്ട് വരും. ലാരിസ് ഏഗനോട് ഇങ്ങനെ പറയുന്നു കിങ് ഏഗന്റെ റൂളിങ്ങിലെല്ലാം തന്നെ ഓട്ടോ ഹൈടവർ നന്നായി കൈ കടത്തുന്നുണ്ട്. ഇന്നത്തെ സ്മോൾ ഫോക്സ് മീറ്റിങ്ങിൽ ലാരിസും ഉണ്ടായിരുന്നു. ലാരിസ് എല്ലാം ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏഗൺ ഏതെങ്കിലും ഒരു പെറ്റീഷൻ കേട്ടിട്ട് ഏഗന്റെ ലോജിക്കിനനുസരിച്ച് ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓട്ടോ ഇടയ്ക്ക് കയറും. അതിനുശേഷം ഏഗൺ ആണെങ്കിൽ ആ ഓർഡർ തിരുത്തി പറയേണ്ടിയൊക്കെ വരുന്നു. ഇങ്ങനത്തെ ഇൻസിഡൻസ് ഫ്രീക്വൻ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും കിങ് ഏഗണിലുള്ള വിശ്വാസമാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ലാരിസ് ഇങ്ങനെയും പറയുന്നു കിങ് ഏഗന്റെ മാത്രമല്ല കിങ് വിസേരിയസിന്റെ സമയത്തും ഓട്ടോ ഇതുപോലെ തന്നെയാണ് കാര്യങ്ങളിൽ കൈ കടത്തിക്കൊണ്ടിരുന്നത്. ഈവൻ കിങ് ജഹാരിയസിന്റെ സമയത്തും ഓട്ടോയും അയാളുടെ ഫാദറും ഇതുപോലെ തന്നെ ചെയ്യുന്നതായിട്ട് ലാരിസ് കണ്ടിട്ടുണ്ട്. ലാരിസ് ഇങ്ങനെയും കൂട്ടിച്ചേർക്കുന്നു ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കിങ് വിസേരിയസ് ഓട്ടോ ഹൈടവറിന്റെ കളിപ്പാവിയാണെന്ന് മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം ഏഗണിന്റെ കേസിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ലാരിസ് ഇങ്ങനെ ഒരു കാര്യം ഏഗണെ ഓർമ്മപ്പെടുത്തുന്നതെന്ന്. എന്തായാലും അവിടുന്ന് ആ സീൻ കട്ടായിട്ട് നമുക്ക് വീണ്ടും എലീസന്റിനെ കാണാം. എലീസന്റ് ഈ സമയത്ത് ഓട്ടോ ഹൈടവറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലീസൺ ഓട്ടോ ഹൈടവറിനോട് പറയുന്നു സ്മോൾ കൗൺസിൽ മീറ്റിങ്ങിൽ എലീസന്റിന്റെ പവറും ഇൻഫ്ലുവൻസും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൗൺസിൽ മീറ്റിങ്ങിൽ നേരത്തെ തന്നെ ഏഗൺ ഉണ്ടായിരുന്നു, ഇപ്പം എയ്ബണ്ടും ഉണ്ട്. ഇനിയുള്ള മീറ്റിംഗ്സിലെല്ലാം തന്നെ എലീസന്റിന്റെ കൂടെ ഓട്ടോ ഹൈടവറും നിൽക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഏഗണും എയ്ബണ്ടും കൂടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എലീസന്റ് പറഞ്ഞു വരുന്നത് ആകെ കൂടെ കൗൺസിൽ മീറ്റിങ്ങിൽ 2 പേരേ ഉള്ളൂ ബുദ്ധിയുള്ളത്, ഒന്ന് എലീസന്റും ഒന്ന് ഓട്ടോ ഹൈടവറുമാണ്. സോ അവരുടെ അണ്ടറിൽ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം. ഓട്ടോയാണെങ്കിൽ ഈ സമയം എലീസന്റിനോട് ക്ലിയർ ആയി ചോദിക്കുന്നു എലീസൺ നിനക്ക് എന്താ ശരിക്കും വേണ്ടത്, ഇൻ ഗോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എലീസന്റ് റിപ്ലൈ ചെയ്യുന്നു അവൾക്ക് ജയിക്കണം, അവൾക്ക് ഈ വോറിൽ ജയിക്കണം. ഏഗൻ സെക്കൻഡിന് മുമ്പിൽ റിനേറയും ഡെയ്മണും നീ ഡൗൺ ചെയ്യണം. ഇതാണെങ്കിൽ കേട്ടിട്ട് ഓട്ടോ ഹൈടവർ ഹാപ്പിയാക്കുന്നു. ഓട്ടോ ഹൈടവർ പതിയെ പതിയെ എലീസന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു നീ പറഞ്ഞതുപോലെ ഒരു വിന്നിങ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വയലൻസ് നമ്മുടെ സൈഡിൽ നിന്ന് വേണം. ഇനിയുള്ളത് ഡ്രാഗൺസും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വോറാണ്. ആ വോർ വന്നാൽ മാത്രമേ നീ വിചാരിക്കുന്ന ഒരു വിക്ടറി നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അവിടെ നിന്ന് കട്ടായിട്ട് ഗ്ലുട്ടൺ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് നമുക്ക് കാണാം. വെലാരിയോൺ ഫ്ലീറ്റ് ആണെങ്കിൽ ആ ഷിപ്പിനെ പിടിച്ചടക്കുന്നു. അതിനുള്ളിൽ നിന്ന് നമുക്ക് മിസേരിയയെ കാണാൻ സാധിക്കുന്നു. വൈറ്റ് വോം മിസേറിയ. നമ്മൾ സീസൺ 1 ഫസ്റ്റോ സെക്കൻഡോ എപ്പിസോഡിൽ മിസേരിയയെ കണ്ടിട്ടുണ്ട്. അന്നത്തെ സമയത്ത് ഡെയ്മൺ ടർഗാരിയൻ്റെ മിസ്ട്രസ് ആയിരുന്നു മിസേറിയ. അതേ സീസണിൻ്റെ എപ്പിസോഡ് 8ലോ 7ലോ വെച്ചിട്ട് കിങ് എയ്ഗണെ അന്വേഷിച്ചു പോകുന്ന ഓട്ടോ ഹൈടവറിന് അവൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നത് വൈറ്റ് വോം മിസേരിയയാണ്. കപ്പലിൽ നിന്ന് മിസേരിയെ കിട്ടിയതറിഞ്ഞ് ഡെയ്മൺ മിസേരിയെ ചെന്ന് കാണുന്നു. ഡെയ്മനെ ചീറ്റ് ചെയ്തെന്നും അന്ന് ഏഗൻ്റെ അഡ്രസ്സ് ഓട്ടോയ്ക്ക് പറഞ്ഞു കൊടുത്ത് എന്തിനാണെന്നൊക്കെ മിസേരിയോട് ചോദിക്കുന്നു. മിസേരി ഇതിന് ആൻസർ ചെയ്യുന്നു അവളെ സംബന്ധിച്ച് മറ്റൊന്നും മാറ്റർ ചെയ്യുന്ന ഒന്നല്ല, മണി മാത്രമാണ്. അവൾ ഗ്രീൻസിൻ്റെ സൈഡിലും അല്ല ബ്ലാക്സിൻ്റെ സൈഡിലും അല്ല. അവൾക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മണി വേണം, മണി മാത്രമാണ് അവളെ മാറ്റർ ചെയ്യുന്നൊരു കാര്യം.
ആൻഡ് എയ്ഗൺ സെക്കൻഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഓട്ടോയ്ക്ക് പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ എയ്ഗൺ എന്തായാലും റെഡ് ക്ലിപ്പിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇതെല്ലാം കേട്ടിട്ട് ഡെയ്മന് ഒന്നും കൂടി ദേഷ്യം വരുന്നു. അവൻ ആ റൂമിന് വെളിയിൽ വന്നിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലോർഡ് എറിക്കിനോട് പറയുന്നു മിസേരിയെ എത്രയും പെട്ടെന്ന് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി. എന്നാൽ ഇത് കേട്ട സർ എറിക് ആണെങ്കിൽ ഡെയ്മനോട് പറയുന്നു അവൾ ശരിക്കും ഗ്രീൻസിന്റെ സൈഡിലൊന്നും അല്ല, അവളെ അതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ. എന്നാൽ ഇതെല്ലാം കേട്ട ഡെയ്മന് ഒന്നും കൂടി ദേഷ്യം വരികയാണ് ഉണ്ടായത്. അവൻ സർ എറിക്കിനോട് പറയുന്നു പക്ഷെ അവനും അങ്ങനെയൊന്നും ചെയ്തില്ല, അവനും ഗ്രീനിന്റെ സൈഡിലാണ്. എറിക്കിന്റെ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് കിങ് എയ്ഗണെ കൊന്നു കളയണമായിരുന്നു. ഈ സമയം ഇതിന് റിപ്ലൈ ആയിട്ട് എറിക് ആണെങ്കിൽ ഒരു ഇമോഷണൽ സൈഡ് സ്റ്റോറി പറയുന്നു. എറിക് കാർഗയിലും രണ്ടുപേരും ട്വിൻസ് ആണ്. നമ്മൾ സീസൺ 1 അവരെ കണ്ടിട്ടുള്ളതാണ്. അവർ രണ്ടുപേരും കിങ് സ്ക്വാഡും ആണ്. അവരുടെ 8-10 വയസ്സ് മുതൽ തന്നെ അവർ ഓത്ത് എടുത്തതിന് ശേഷം രണ്ടുപേരും കിങ് സ്ക്വാഡായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അവരവരുടെ ഓത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതാണ് റോയൽ ഫാമിലിയിലുള്ള ആരെയും തന്നെ അവർ ഉപദ്രവിക്കില്ല എന്ന്. ആ വൗസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊരിക്കലും കിങ്ങിനെ കൊല്ലാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെയും പറയുന്നു റോയൽ ഫാമിലിയിൽ ഇൻ ബിറ്റ്വീൻ കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഫാമിലി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് ആർക്കും അറിയില്ല. അങ്ങനെയുള്ളപ്പം എങ്ങനെയാണ് കിങ്സ് ഗാർഡ് ആയിട്ടുള്ള എറിക്കിന് റോയൽ ഫാമിലിയിലുള്ള എയ്ഗണെ കൊല്ലാൻ പറ്റുന്നത്? എങ്ങനെയാണ് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് കിങ് എയ്ഗൺ റോങ് ആണെന്നും റിനേറ കറക്റ്റ് ആണെന്നും? എനിക്കങ്ങനെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ബട്ട് ആസ് എ കിങ്സ് ഗാർഡ് റോയൽ ഫാമിലിയിലുള്ള ഒരാളെ എൻ്റെ വോവ്സിനെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. ഇത് കേട്ടിട്ട് ഡെയ്മൺ വല്ലാതെയാകുന്നു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാക്ട്ലി ടൈമിങ്ങിൽ ഡ്രാഗൺ സ്റ്റോണിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന റിനേറെ നമുക്ക് കാണാം. അവിടെ ബ്ലാക്സിൻ്റെ കൗൺസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൗൺസിൽ മീറ്റിങ്ങിൽ അവിടെ റേനയും ബേലയും ഉണ്ട്, സ്റ്റെഫ്രോൺ ഡാർക്ലിനുണ്ട്, സൈമൺ സ്ലോട്ടൺ ഉണ്ട്, ആൽഫ്രഡ് ബ്രൂം ഉണ്ട്, പിന്നെയും കുറേ ലോർഡ്സും റേനിസും ഉണ്ട്. അവിടെ മീറ്റിങ്ങിൽ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ റിനേറെ അവിടേക്ക് വന്നിട്ട് ഒരു കാര്യം മാത്രം പറയുന്നു, ഐ വോണ്ട് എയ്മൺ ടർഗാരിയൻ. സമയം റിനേറെ ഇമോഷണലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഡെയ്മൺ ടർഗാരിയനെ നമുക്ക് കാണാം. ഡെയ്മൺ അപ്പം തന്നെ പ്ലാൻ ഇടാൻ വേണ്ടി തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും എയ്മൺ ടർഗാരിയനെ കൊന്നിരിക്കണം. റെഡ് കീപ്പിൽ എങ്ങനെ കയറിക്കൂടി എയ്മണ്ടിനെ കൊല്ലാമെന്ന് ആലോചിച്ച് അതിനെപ്പറ്റി ഇൻഫർമേഷന് വേണ്ടി ഡെയ്മൺ ആണെങ്കിൽ മിസൈരിയെ കാണാൻ വേണ്ടി ജയിലിനുള്ളിലേക്ക് പോകുന്നു. ആരും അറിയാതെ റെഡ് ക്യൂപ്പിൽ എത്താനുള്ള വഴി അവളോട് ഡെയ്മൺ അന്വേഷിക്കുന്നു. അതിന് പകരമായിട്ട് മിസൈരിയെ ജയിലിൽ നിന്ന് റിലീസാക്കാമെന്നും പറയുന്നു. പിന്നെ അവിടെ കുറേ കോൺവെർസേഷനും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഓഫ് സ്ക്രീനാണ്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് കട്ടായിട്ട് നമുക്കൊരു ഇമോഷണൽ സീൻ കാണാം. ഡ്രാഗൺ സ്റ്റോണിലേക്ക് ജഹാരീസ് വന്നു കഴിഞ്ഞു. അവനാണെങ്കിൽ ഇപ്പം ബേലയുടെ കൂടെയാണ് ഉള്ളത്. ലൂക്കിന്റെ മരണവാർത്തയെ തുടർന്ന് ജഹാരീസ് ഒരുപാട് സാഡാണ്, ഇമോഷണലാണ്. അവനാണെങ്കിൽ റിനേറയുടെ അടുത്തേക്ക് വരുന്നു. ജഹാരീസ് റിനേറയോട് പറയുന്നു വെയിലുള്ള ലേഡി ജയന ആരൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് വെയിലിന്റെ സെക്യൂരിറ്റിയിലേക്ക് ഒരു ഡ്രാഗണെ അവർ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നോർത്തിൽ നിന്ന് 2000 മെന്നിനെ പറഞ്ഞയക്കാമെന്ന് ക്രേഗൻ സ്റ്റാർക്കും സമ്മതിച്ചിട്ടുണ്ട്. അത് പതിയെ ഒരു ഇമോഷണൽ സീനായിട്ട് മാറുന്നു. റിനേറ ഓടി വന്ന് ജക്കാരിയസിനെ ഹഗ് ചെയ്യുന്നു. ലൂക്കറുടെ മരണത്തിന് ശേഷം റിനേറയും ജഹാരിയസും ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അടുത്ത സീനിൽ ലുക്കാരിയസിൻ്റെ ഫ്യൂണറൽ പ്രോസസ്സാണ് കാണാൻ പറ്റുന്നത്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ആ ഫ്യൂണറൽ പയറിനുള്ളിൽ ലുക്കാരിയസിൻ്റെ മിച്ചം കിട്ടിയ ആ ക്ലോക്കിൻ്റെ ഒരു പീസ് ഡ്രസ്സും അവൻ്റെ ഡ്രാഗൺ അരാക്സിൻ്റെ ചെറിയ പീസ് ഓഫ് വിങ്സും അവിടെ വെക്കുന്നു. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന റീന വലോരിയനെ നമുക്ക് കാണാം. അവിടുന്ന് കട്ടായിട്ട് കിങ്സ് ലാൻഡിങ്സിലുള്ള എലീസനെ നമുക്ക് കാണാം. അവൾ അവളുടെ ആൻസിസ്റ്റേഴ്സിനെയൊക്കെ ആലോചിച്ച് ക്യാൻഡിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നെയിം എലീസൻ്റെ പറയുന്നത് അലേറി ഫ്ലോറൻ്റ് എന്നാണ്. അത് അലീസൻ്റെ മദറാണ്. അതിനുശേഷം വിസേരിയസ് ടർഗാരിയൻ്റെ പേര് പറയുന്നുണ്ട്. പിന്നീട് ലൂസിഡസ് വെലാരിയോൻ്റെ പേര് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഷിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡെയ്മൺ ടർഗാരിയനെ കാണാം. അവനെന്തോ സ്നീക്ക് പീക്കിലാണ്. കിങ്സ് ലാൻഡിങ്സിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സീക്രട്ട് വേ മിസൈരി അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വഴി അവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ വഴി ട്രാവൽ ചെയ്ത് കിങ്സ് ലാൻഡിങ്സിലെ റെഡ് കീപ്പിലെത്തുന്ന ഡെയ്മനെ നമുക്ക് കാണാം. അവിടെ ഡെയ്മന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ബ്ലഡ് എന്നാണ്. അയാളാണെങ്കിൽ ഡെയ്മനെ കണ്ടിട്ട് കമാൻഡർ എന്ന് വിളിക്കുന്നു. ഇഫ് യു റിമെമ്പർ ഫസ്റ്റ് സീസണിൽ സ്റ്റാർട്ടിങ് സമയത്ത് ഡെയ്മൻ ആണെങ്കിൽ കമാൻഡർ ഓഫ് ദ ഗോൾഡ് ക്ലോക്ക് ആയിരുന്നു. അന്ന് ഡെയ്മൻ്റെ അണ്ടറിൽ നിന്ന സോൾജിയേഴ്സിൽ ഒരാളായിരുന്നു ഈ ബ്ലഡ്. ബ്ലഡിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഹൈടവർ ഫാമിലിയോട് നല്ല പകയുണ്ട്. ബ്ലഡ് എന്തായാലും ഇപ്പോഴും റെഡ് കീപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബ്ലഡ് ഡെയ്മനെ വിളിച്ചുകൊണ്ട് ചീസിൻ്റെ അടുത്താണ് എത്തുന്നത്. ഈ ചീസിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഒരു റാറ്റ് ക്യാച്ചിങ് പേഴ്സൺ ഉണ്ട് റെഡ് കീപ്പിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ അയാൾ. ഡെയ്മൻ ആണെങ്കിൽ ചീസിനോട് സംസാരിക്കുന്നു. ചീസിന് ഒരുപാട് പൈസ ഓഫർ ചെയ്യുന്നു. ചീസ് ചെയ്യേണ്ട കാര്യം ഇതാണ്, ബ്ലഡിനെയും കൊണ്ട് പാലസിനുള്ളിൽ കയറണം. റെഡ് ഷിപ്പിൽ ആർക്കും അറിയത്തില്ലാത്ത കുറേ സീക്രട്ട് ആയിട്ടുള്ള വഴികളുണ്ട്. അതിലേതെങ്കിലും ഒരു വഴിയിൽ ബ്ലഡിനെ കൊണ്ടുപോയി കറക്റ്റ് എയ്മൺ ടർഗാരിയൻ്റെ അടുത്തെത്തിക്കണം.
എയ്മണ്ട് ടാർഗാരിയനെ തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അവന് സിൽവർ ഗ്രേ ഹെയർ ആണുള്ളത്, അവന് ഒറ്റ കണ്ണേ ഉള്ളൂ, അവനെ കണ്ടുപിടിച്ച ഉടൻ തന്നെ അവനെ കൊന്നു കളഞ്ഞേക്കണം. ഇതാണ് ഡെയ്മൺ പറഞ്ഞ ഡീല്. ഡെയ്മൺ ആണെങ്കിൽ പകുതി എമൗണ്ട് നേരത്തെ തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ചീസ് ആണെങ്കിൽ ഡീലിനൊക്കെ പറയുന്നു. പക്ഷെ ചീസ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് മുകളിൽ ചെന്നിട്ട് എയ്മണ്ടിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിലോ? ചീസ് പറയുന്നത് ബ്ലഡിനെയും കൊണ്ട് അയാൾക്ക് റെഡ് കിപ്പിൽ എത്താൻ പറ്റും, പക്ഷെ എയ്മണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഡെയ്മൺ ഈ സമയം ഇതിന് റിപ്ലൈ ആയിട്ട് എന്താ എക്സാക്ട്ലി പറഞ്ഞെന്നുള്ളത് ആസ് ആൻ ഓഡിയൻസ് നമ്മളെ കാണിക്കുന്നില്ല. ആസ് ആൻ ഓഡിയൻസ് നമ്മൾ അസ്യൂം ചെയ്യണം, ഈഫ് എയ്മണ്ടിനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കിങ് എയ്ഗന്റെ മൂത്ത മകനെ കൊന്നു കളഞ്ഞിട്ട് വേണം വരാൻ. ബിക്കോസ് റിനേറയുടെ റിവഞ്ച് എ സൺ ഫോർ എ സൺ ആണ്. ഇവിടുന്ന് കട്ടായിട്ട് നമുക്കൊരു ക്വിക്ക് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സീൻ കാണാം. ക്രിസ്റ്റ്യൻ കോളം എയ്മണ്ട് ടാർഗാരിയനും കൂടെ വാറിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൗൺ ലാൻഡിനെ എങ്ങനെ കോൺക്വർ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എയ്മണ്ട് ആണെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ കുറച്ചും കൂടെ പ്രയോറിറ്റി നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് ഹാരൻ ഹെല്ല് കോൺക്വർ ചെയ്യുന്നതാണെന്ന് മെൻഷൻ ചെയ്യുന്നു. എയ്മണ്ട് ഇങ്ങനെയും പറയുന്നു, ഇപ്പം ഓട്ടോ ഹൈടവർ കുറച്ചും കൂടെ സേഫ്ലിയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഓട്ടോ ഹൈടവർ കുറച്ചും കൂടി ഇപ്പം സ്ലോ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എലീസന്റെ കാര്യമാണെന്നുണ്ടെങ്കിലോ, എലീസൻ എപ്പോഴും ദേഷ്യത്തിലാണ്. എയ്മണ്ട് ആണെങ്കിൽ ലൂക്കിനെ കൊന്നെന്നും പറഞ്ഞ് എപ്പോഴും എലീസന്റെ എയ്മണ്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദേഷ്യത്തിലിരിക്കും. എലീസന്റെ പല സമയത്ത് പറയുന്നത് ഈ ബാറ്റിൽ മുഴുവൻ ഉണ്ടാകാനുള്ള കാരണം എയ്മണ്ട് ആണെന്നും എയ്മണ്ട് ലൂക്കിനെ കൊന്നതുകൊണ്ടാണ് ഇപ്പം ഈ ബാറ്റിൽ ഉണ്ടായെന്നും ഒക്കെയാണ്. എയ്മണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ ബാറ്റിൽ ഉണ്ടായത് ഞാൻ ലൂക്കിനെ കൊന്നതുകൊണ്ടല്ല, പകരം ഓട്ടോ ഹൈടവറും എലീസനും ചേർന്ന റിനേറയുടെ ബർത്ത് റൈറ്റ് അവളിൽ നിന്ന് പിടിച്ചു വാങ്ങിയതുകൊണ്ടും എയ്ഗണെ രാജാവാക്കിയതും കൊണ്ടാണ്. എയ്മണ്ട് ഇങ്ങനെയും പറയുന്നു, ഹെർ ഗ്രേസ് സ്പീക്സ് വിത്ത് ടു ടങ്സ്. എലീസൻ ഇപ്പോൾ ഒരു ഹിപ്പോക്രാറ്റിക് വേയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് സംസാരിക്കുന്നത്. പല സമയത്തും എലീസന്റ് പറയുന്നത് പല ഒപ്പീനിയൻസ് ആണ്. ആൻഡ് എലീസന്റും ഓട്ടോയും ചേർന്ന് ചെയ്ത് കൂട്ടിയതിനെല്ലാം ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയ്മണ്ടിനെയാണ്. എന്നാൽ ഈ സമയം ക്രിസ്റ്റ്യൻ കോൾ ആണെങ്കിൽ എലീസന്റെ സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ക്രിസ്റ്റ്യൻ പറയുന്നു, എലീസനെ ഇങ്ങനെയൊക്കെ ആക്കിയത് റിനേറയാണ്. റിനേറ എലീസനെ കംപ്ലീറ്റ്ലി ഒരു വെനമസ് സ്പൈഡർ ആക്കി മാറ്റി കഴിഞ്ഞു. ഈ പോയിന്റിൽ ക്രിസ്റ്റ്യൻ കോൾ എന്തിനാണ് എലീസനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദേ ഹാവ് ആൻ അഫെയർ ഇൻ ബിറ്റ്വീൻ. എന്തായാലും അവിടുന്ന് കട്ടായിട്ട് ഈ എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് സീൻ നമുക്ക് കാണാം, ദ ഹൊറർ ബ്ലഡി സീൻ. ബ്ലഡും ചീസും റെഡ് ഷിപ്പിന്റെ കാസ്റ്റലിൽ എത്തിക്കഴിഞ്ഞു. ചീസിന് അവിടുത്തെ വഴികളെപ്പറ്റി നല്ല ബോധം ഉണ്ടായിരുന്നു. അയാൾ ബ്ലഡിനെയും കൂട്ടി എത്തിച്ചേരുന്നത് അയൺ ത്രോൺ ഇരിക്കുന്ന അതേ ഹാളിലാണ്. അവിടെ അയൺ ത്രോണിലിരുന്ന ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഗൺ സെക്കൻഡിനെ നമുക്ക് കാണാം. അയാൾ ഓൾറെഡി ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രങ്കണായിരിക്കുന്ന അത്രയും പേരുടെ മുന്നിൽ കൂടെ ബ്ലഡും ചീസും നടന്നു പോകുന്നു. അവരത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബ്ലഡും ചീസുമായിട്ട് ചെറിയൊരു ആർഗ്യുമെന്റ് ഉണ്ടാകുന്നു. ചീസ് പറയുന്നു, മോളിൽ റോയൽ ഫാമിലിയാണ് താമസിക്കുന്നത്, അവിടേക്ക് ചീസ് ബ്ലഡിനെ കൊണ്ടുപോകില്ല. എന്നാൽ ബ്ലഡ് പറയുന്നു, ബ്ലഡിന് അവിടെ ചെന്നാൽ മാത്രമേ എയ്മണ്ട് ടാർഗാരിയനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അവസാനം വേറെ വഴിയില്ലാതെ ചീസ് ആണെങ്കിൽ ബ്ലഡിനെയും കൊണ്ട് എയ്മണ്ട് ടാർഗാരിയന്റെ റൂമിലെത്തുന്നു. അവിടെ അവർക്ക് എയ്മണ്ടിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ചീസ് അടുത്ത റൂമിൽ എയ്മണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകുന്നു. അതുവഴി കറങ്ങി നടന്ന ബ്ലഡിനെ അവിടെ ഉണ്ടായിരുന്ന ഹെലനയുടെ ഹാൻഡ് മെയ്ഡൻ കണ്ടുപിടിക്കുന്നു. ഹാൻഡ് മെയ്ഡൻ ചോദിക്കുമ്പം ബ്ലഡ് പറയുന്നു, ഞാനിവിടെ റാറ്റിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതും പറഞ്ഞ ഹാൻഡ് മെയ്ഡനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ റാറ്റിന്റെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷെ കുനിഞ്ഞിട്ട് നിവരുമ്പോഴത്തേക്കും അവിടെ ആ ഹാൻഡ് മെയ്ഡൻ ഇല്ലായിരുന്നു. അവർക്ക് എന്തോ പന്തികേട് മണത്തിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഓടി. ഹാൻഡ് മെയ്ഡന് പുറകെ ഓടി ബ്ലഡ് ആണെങ്കിൽ ഓടി വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നില്ല. ഈ സമയം ബ്ലഡിന് ഒരു റൂമിനുള്ളിൽ നിന്ന് ചീസിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നു. ബ്ലഡ് ആണെങ്കിൽ ഓടി ആ റൂമിനുള്ളിലേക്ക് കയറുന്നു. ചീസ് ഇപ്പോൾ ഉള്ളത് ക്വീൻ ഹെലനയുടെ റൂമിലാണ്. ചീസിന്റെ കയ്യിൽ ക്വീൻ ഹെലനയുണ്ട്. ഒരു നൈഫും അവരുടെ കഴുത്തിൽ വെച്ചിട്ട് അവരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചീസ്. ഈ സമയം നമുക്കൊരു സീൻ കാണാം. ബ്ലഡും ചീസും നിൽക്കുന്നു. അവർക്ക് മുന്നിൽ 2 ക്രാഡിലുണ്ട്. 2 ക്രാഡിലും കുട്ടികളും ഉണ്ട്. അതിലൊരു ക്രാഡിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിൻസ് ജഹാരിയസ്. രണ്ടാമത്തേതിലാണെങ്കിൽ പ്രിൻസസ് ജഹാരി. ഇതിലേതാണ് പ്രിൻസ് ജഹാരിയസ്? കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെലനയാണെങ്കിൽ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ മാല തരാം, കുട്ടികളെ വെറുതെ വിടണമെന്ന് പറയുന്നു. ചീസ് റിപ്ലൈ ചെയ്യുന്നു, അവർക്ക് വേണ്ടത് ഗോൾഡ് അല്ല, അവർക്ക് വേണ്ടത് സൺ ആണ്, എ സൺ ഫോർ എ സൺ. വീണ്ടും ഹെലനയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ക്രാഡിലുള്ള കുട്ടികളിൽ പ്രിൻസ് ജഹാരിയസ് ഏതാണെന്ന്. അവസാനം കരഞ്ഞുകൊണ്ട് ഹെലന പ്രിൻസ് ജഹാരിയസിന്റെ ക്രാഡിലിന് നേരെ കൈ ചൂണ്ടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബ്ലഡിന് വിശ്വാസം വരുന്നില്ല, അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിൻസ് ജഹാരിയസ് എന്ന്. പക്ഷേ ചീസിന് എന്തോ ഉറപ്പ് തോന്നുന്നു ഹെലന പറയുന്നത് സത്യമാണ്, അത് തന്നെയാണ് പ്രിൻസ് എന്ന്. അവർ രണ്ടുപേരും സംസാരിച്ചിട്ട് തീരുമാനിക്കുന്നു ആ ക്രാഡിലുള്ള കുട്ടിയെ കൊല്ലുക തന്നെ ചെയ്യുക. അടുത്തതാണ് ദ ഹോറിബിൾ ആൻഡ് ടെറർ സീൻ. അവർ ആ കുട്ടിയെ കൊന്നു കളയുന്നു. ഈ സമയം ഹെലന മറ്റേ കുട്ടിയെടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു.
അവൾ അവിടെ നിന്ന് ഓടി എലീസണിൻ്റെ റൂമിനുള്ളിലേക്ക് വരുന്നു. അവിടെ ഈ സമയം നമുക്ക് എലീസണിനെയും ക്രിസ്റ്റ്യൻ കോളിനെയും കാണാം. രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക്കലി ഇൻവോൾവ് ആകുമായിരുന്നു. ഹെലേന അവിടേക്ക് വന്നിട്ട് നിലത്തിരിക്കുന്നു. അവൾ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് എലീസണിനോട് പറയുന്നു അവർ പ്രിൻസിനെ കൊന്നു കളഞ്ഞു. ഇത് കേട്ട് ഞെട്ടിയിരിക്കുന്ന എലീസണിൻ്റെ ഷോക്ക്ഡ് ഫേസോട് കൂടി എപ്പിസോഡ് നമ്പർ 1 എൻഡ് ആകുന്നു. Stay tuned with me. I'm Cascade. We'll be back to you with another episode. Till then, watch your friends. Stay safe. Take care and bye-bye.